20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് അപര്യാപ്തതയിൽ പ്രതിഷേധിച്ച് ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വണ്ടൂർ DEO ഓഫീസ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് +1 സീറ്റുകളില്ല, +1 സീറ്റുകളില്ല, +1 സീറ്റുകളില്ല, +1 സീറ്റുകളില്ല. ദന്തനാരിക ഭരണം സർക്കാരെ, ദന്തനാരിക ഭരണം സർക്കാരെ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട്, കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് A+കളും വാങ്ങിയിട്ട്, A+കളും വാങ്ങി അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ കണ്ണു തുറക്കുക അധികാരികളെ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. +1 സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. DEO ഓഫീസിന് മുൻപിൽ നടന്ന സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം മൂർക്കൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് EK അഫ്ലഹ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ജയ്സൽ എടപ്പറ്റ, CP സിറാജ്, മുക്കണ്ണൻ ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. KP സാബിക്, K ഷുഹൈബ്, P സുജിത്, K നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ പരക്കം പായുമ്പോൾ ഇതിന് തീരുമാനമുണ്ടാക്കേണ്ട സംസ്ഥാന സർക്കാരും അതിന് നേതൃത്വം കൊടുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രിയും ഉൾപ്പെടെ കേരളത്തിലെ ഭരണകൂടം നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 40 വട്ടം പിണറായി വിജയനും മന്ത്രിമാരും 40 വട്ടം പറയുന്നു കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സംസ്ഥാനമാണ് എന്നുള്ളതാണ്. ഇവിടെ എന്ത് ഉയർന്ന വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ നൽകുന്നത്? ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.